നമസ്കാരം. പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപിക്കും തൃണമൂൽ കോൺഗ്രസിനുമെതിരായി പശ്ചിമ ബംഗാളിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഇൻസാഫ് യാത്രയ്ക്ക് സമാപനം. 50 ദിവസത്തെ ഇൻസാഫ് യാത്രയാണ് ബംഗാളിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ സമാപിച്ചത്. ബംഗാളിലെ യുവാക്കൾക്ക് ജോലിയും വിദ്യാഭ്യാസവും മാത്രമല്ല വേണ്ടതെന്നും ബിജെപിയുടെ വർഗരാഷ്ട്രീയത്തിനും തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതി രാഷ്ട്രീയത്തിനുമെതിരെ പ്രതിഷേധിക്കാനുള്ള ആർജവമാണ് ഉണ്ടാവേണ്ടതെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ബംഗാളിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന കാലത്തോളം ഇടതുപക്ഷം പോരാടുമെന്നും മീനാക്ഷി മുഖർജി വ്യക്തമാക്കി. സംസ്ഥാനത്തെ വയലുകളിൽ നടത്തുന്ന പോരാട്ടത്തിന്റെ അജണ്ട ജാതിയോ മതമോ ആയിരിക്കില്ലെന്നും ജോലി, ഭക്ഷണം, ഉപജീവനം എന്നിവയ്ക്കായിരിക്കും ഇടതുപക്ഷം പ്രാധാന്യം നൽകുകയെന്നും മീനാക്ഷി ചൂണ്ടിക്കാട്ടി. നിലവിലെ യുദ്ധക്കളത്തിൽ 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ലെന്ന് തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നും മീനാക്ഷി പറഞ്ഞു. NDA സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിലേക്ക് പോയ MP-മാർക്കെതിരെയും മീനാക്ഷി മുഖർജി ആഞ്ഞടിച്ചു. ആദർശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക, പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂ. നമുക്ക് സമരഭൂമി വിജയിപ്പിക്കാം. ഇത് ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ബ്രിഗേഡിലെ ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ. തലയുയർത്തി പോരാടാൻ ബംഗാൾ ജനതയ്ക്ക് മുന്നിലേക്ക് തങ്ങൾ ഒരു കൈ നീട്ടി തന്നിട്ടുണ്ടെന്നും അതിലൂടെ ഒരുമിച്ച് പോരാടാമെന്നും മീനാക്ഷി മുഖർജി കൂട്ടിച്ചേർത്തു. പ്രധാനമായും വടക്കൻ ബംഗാൾ, ജംഗിൾ മഹൽ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് സമാപന ചടങ്ങിൽ പങ്കെടുത്തതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2200 കിലോമീറ്ററിലധികം ദൂരം മറികടന്നുകൊണ്ടാണ് ഇൻസാഫ് യാത്ര ബ്രിഗേഡ് ഗ്രൗണ്ടിൽ എത്തിയത്. 2008 ശേഷം ആദ്യമായാണ് പശ്ചിമ ബംഗാളിലെ ഏറ്റവും വലിയ ഒരു പൊതുവേദിയിൽ രാഷ്ട്രീയ റാലി സംഘടിപ്പിക്കുന്നതിൽ CPIM തങ്ങളുടെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത്. ഡിവൈഎഫ്ഐയുടെ ഇൻസാഫ് യാത്രയും ബ്രിഗേഡ് ഗ്രൗണ്ടിലെ സമാപന ചടങ്ങിൽ പങ്കെടുത്ത ജനങ്ങളുടെ എണ്ണവും ചൂണ്ടിക്കാട്ടി നീതിക്കായുള്ള ഈ യാത്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ അട്ടിമറികളുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ.